നമ്മൾ കുറെ ആക്ടേഴ്സിന്റെ പേര് പറഞ്ഞു, പ്രകാശ് രാജ് സാറ്, രാം ശരൺ, അങ്ങനെ അങ്ങനെ ഒരുപാട് പേരുടെ പേര് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ സാർ ഓരോ ആക്ടേഴ്സിന്റെ മീറ്റർ ഡിഫറെന്റ് ആയിരിക്കുമല്ലോ സംസാരിക്കുന്നതും. അപ്പൊ നമ്മൾ ഡബ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട് ആർക്ക് ഡബ് ചെയ്യാനായിട്ടാണ്? അതായത് അന്യഭാഷ വന്നു കഴിയുമ്പോൾ നമ്മൾ ഡബ് അല്ല, അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഇന്നൊരാൾക്കെന്ന് പറയാൻ പറ്റില്ല. എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. കാര്യം എന്ന് വെച്ചാൽ ഒന്ന് അന്യഭാഷാ നടന്മാർക്ക് ഡബ് ചെയ്യാന്ന് പറഞ്ഞാൽ ആർക്കും മലയാളം അറിയില്ലല്ലോ. ഇപ്പൊ മലയാളത്തിൽ അഭിനയിക്കുവാണെങ്കിൽ തന്നെ അവർ മലയാളം അല്ല പറയുന്നത്. അവര് ഇപ്പോ എന്താണ് അദ്ദേഹത്തിന്റെ പേര്, ചൈന ടൗൺ എന്ന് പറയുന്ന സിനിമയിലെ വില്ലനായിട്ട് അഭിനയിച്ച ഒരു ഹിന്ദി നടനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹം വൈഡ് ഷോട്ടിലെല്ലാം ഹിന്ദി തന്നെയാണ് പറയുന്നത്. അത് നമ്മൾ മലയാളത്തിൽ ഡബ് ചെയ്യണം. ഒരു ക്ലോസിൽ മാത്രമാണ് മലയാളം പുള്ളി പഠിച്ച് പറയുന്നത്. അതുപോലെ ഓംപുരി സാറും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ നമുക്ക് ആ മീറ്റർ കറക്റ്റായിട്ട് കിട്ടിയാൽ നമ്മൾ എങ്ങനെയെങ്കിലും അത് സിങ്ക് ചെയ്യും. അപ്പോൾ അത് എല്ലാവർക്കും ഡബ് ചെയ്യുമ്പോഴും, അന്യഭാഷ എന്ന് പറയുന്ന എല്ലാവർക്കും ഡബ് ചെയ്യുമ്പോഴും നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. ആർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ല. കാര്യം അവർക്ക് മലയാളം അറിയില്ല. നമ്മുടെ അക്ഷരങ്ങൾ തന്നെ നമുക്ക് കൂടുതലാണ്. മറ്റുള്ള ഭാഷ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മലയാളം പറയാനാണ് ഏറ്റവും പ്രയാസം. ഏറ്റവും പ്രയാസം മലയാളം പറയണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മലയാളം പച്ചവെള്ളം പോലെ പറയും, അവർക്കത് പറ്റില്ല. അവരത് മലയാളം പറയുമ്പോഴേക്കും അവർ വലിച്ച് ഇഴച്ചൊക്കെ പറയും. അത് സിങ്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഒരു നടന് വേണ്ടി ഞാൻ ഡബ് ചെയ്തിട്ട് പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. എനിക്ക് പറ്റിയില്ല. വേറെ ആരുമില്ല, ആശിഷ് വിദ്യാർത്ഥി. ആശിഷ് വിദ്യാർത്ഥിക്ക് ചെസ് എന്ന് പറയുന്ന സിനിമയിൽ ഡബ് ചെയ്യാനായിട്ട് എന്നെ വിളിച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന്റെ ലിപ്പിൽ എനിക്ക് ഡബ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഡബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഴയ കാലത്ത് കാസറ്റൊക്കെ വലിയില്ലേ, ആ വലിയുമ്പോൾ ഉള്ള ശബ്ദമില്ലേ, അതുപോലെ ഫീൽ ചെയ്യും. കാരണം അത്രയ്ക്ക് വലിച്ചഴച്ച് പറഞ്ഞാലേ സിങ്ക് ആവുള്ളൂ. എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു, അവര് ആ ക്യാരക്ടറിനെ തമിഴാക്കിയിട്ട് തമിഴ് ചെയ്തു. ആ ക്യാരക്ടറിനെ തമിഴാക്കി. പക്ഷെ അതിനുശേഷം ഞാൻ ആശിഷ് വിദ്യാർത്ഥിക്ക് ഡബ് ചെയ്തിട്ടുണ്ട്. തമിഴാക്കാൻ പറ്റില്ല, മലയാളത്തിൽ തന്നെ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ ഒരു പടത്തിൽ അദ്ദേഹത്തിന് വേണ്ടി ഡബ് ചെയ്തു. വേറെ കുറേ IG എന്ന് പറഞ്ഞ പടത്തിൽ ഡബ് ചെയ്തു. അപ്പോൾ പക്ഷെ ആ സമയത്ത് എനിക്ക് തോന്നുന്നത്, ഒന്നുകിൽ ആശിഷ് വിദ്യാർത്ഥി മലയാളം കുറച്ച് പഠിച്ചാണ്, അല്ലെങ്കിൽ ആ പടത്തിൽ ആ കഥാപാത്രത്തിൽ പുള്ളി കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് എനിക്ക് ഡബ് ചെയ്യാൻ പറ്റും. അങ്ങനെ എല്ലാവരും നമുക്ക് ഇപ്പോൾ ഒരു തെലുങ്ക് പടം നമ്മൾ മലയാളത്തിലേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചില കോംപ്രമൈസുകൾ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. അപ്പം അതിനൊക്കെ പ്രയാസം. ഈ അരുന്ധതി എന്ന് പറയുന്ന സിനിമ ചെയ്യാനായിട്ട് 4 ദിവസം കൊണ്ട് ഞാൻ ഡബ് ചെയ്തു. ഈ 4 ദിവസം എന്ന് വെച്ചാൽ കട്ടപ്പണിയാണ്. ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. പക്ഷെ അത് ആ അഭിനയിച്ച ആർട്ടിസ്റ്റിന്റെ പ്രശ്നമല്ല, ആ ക്യാരക്ടർ അങ്ങനെയാണ്, കഥാപാത്രം അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പം അത് എല്ലാ കഥാപാത്രവും നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് ചെയ്തു ഫലിപ്പിക്കാൻ. അതായത് നല്ല രീതിയിൽ ചെയ്ത് ഫലിപ്പിക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. അതിന് നമ്മൾ ഒരുപാട് എഫേർട്ട് എടുക്കണം. അപ്പോൾ അങ്ങനെ ഇന്ന ആൾക്ക് ഈസി ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പം ചേട്ടൻ ചെയ്തതിൽ ചേട്ടൻ ഇങ്ങനെ ഭയങ്കര ഓക്കെ ആയിട്ട് തോന്നിയ ഒരു ആക്ടർ ഉണ്ടാവില്ല? അതായത് ചേട്ടന്റെ വോയിസുമായിട്ട് ശരിയായിട്ട് പോകും എന്ന് തോന്നിയ അങ്ങനെ ഒരു ആക്ടർ ഉണ്ടോ? എനിക്ക് നമ്മുടെ രഞ്ജിത്ത് എന്ന് പറയുന്ന തമിഴിലെ ഒരു ആർട്ടിസ്റ്റ് കമന്റ്സിലൊക്കെ കിടക്കും. അതെ, നമ്മുടെ രാജമാണിക്യത്തിലെ വില്ലൻ, ചന്ദ്രോത്സവത്തിലെ വില്ലൻ. അദ്ദേഹത്തിന് മിക്കവാറും എല്ലാ സിനിമകളും ഞാൻ തന്നെ ഡബ് ചെയ്തു. അപ്പൊ എനിക്കത് ഭയങ്കര പുള്ളിക്കേട്ടോ. അതുപോലെ തന്നെ റിയാസ് ഖാൻ. എനിക്ക് എന്റെ എന്താ പറയുക, ഞാൻ ശോഭി തിലകൻ എന്ന ഡബിങ് ആർട്ടിസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് വന്ന സിനിമയാണ് ബാലേട്ടൻ. ആ ബാലേട്ടനിൽ റിയാസ് ഖാന് വേണ്ടിയിട്ട് ശബ്ദം കൊടുത്തത് ഞാനാണ്. ആ കഥാപാത്രമാണ് എന്നെ ഹിറ്റാക്കിയതും ഒരുപക്ഷെ റിയാസ് ഖാനെ ഹിറ്റാക്കിയതും ആ കഥാപാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കെപ്പോഴും ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ഒരുപാട് സിനിമകൾ ഡബ് ചെയ്തിട്ടുണ്ട്, റിയാസ് ഖാന്. എനിക്കതും പുള്ളിക്കും ഡബ് ചെയ്യാൻ വളരെ ഈസിയാണ്. കാരണം നമുക്ക് വഴങ്ങുന്ന ഒരു രീതിയില്ല. അതുപോലെ ഒരുപാട് പേരുണ്ട് അങ്ങനെ. പിന്നെ പറയാം, ഇപ്പോൾ ആശിഷ് വിദ്യാർത്ഥി, അദ്ദേഹത്തിന് ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഈ പ്രകാശ് രാജ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ ആക്ടിങ്. എനിക്ക് ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ മാനറിസങ്ങൾ, ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ നമ്മൾ ഒരിക്കലും വോയിസ് ഇമിറ്റേറ്റ് ചെയ്യാനല്ല നോക്കുന്നത്. നമ്മൾ നോക്കുന്നത് അയാളുടെ സ്റ്റൈലാണ്. നമ്മുടെ വോയിസ് തന്നെ ആ സ്റ്റൈലിലേക്ക് മാറ്റുമ്പോൾ ഒരു ഡിഫറൻസ് വരും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് 3 സിനിമ തമിഴിൽ ഡബ് ചെയ്തു. അതാണ് എനിക്ക് എൻ്റെ ഞാൻ പറയാം, ലൈഫിൽ എനിക്ക് 2 ഭാഗ്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്ന്,
എൻ്റെ അച്ഛന് വേണ്ടി ഇതിനെ ഡബ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആ, അതെ, ഞാൻ 2-3 സിനിമ ഞാൻ അച്ഛന് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തു. കാരണം നമ്മൾ ആരാധിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ശബ്ദം കൊടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ. മമ്മൂക്കയുടെ ഗ്രേറ്റ് ഫാദർ, പുതിയ നിയമം, യാത്ര എന്ന് പറയുന്ന തെലുങ്ക് സിനിമ, ഈ 3 സിനിമയും തമിഴിൽ പുള്ളിക്ക് വേണ്ടി ഡബ് ചെയ്തിരിക്കുന്ന ഞാനാണ്. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. കാരണം അദ്ദേഹത്തിൻ്റെ മലയാളവും യാത്ര ചെയ്തപ്പോൾ തെലുങ്കും കേട്ടു, മലയാളവും കേട്ടിട്ടാണ് ഞാൻ തമിഴ് ചെയ്തത്. അപ്പോൾ പുള്ളിയുടെ മോഡുലേഷൻ തന്നെ പിടിച്ച് മാക്സിമം ചെയ്യാനായിട്ട് ഞാൻ ഒരിക്കലും വോയിസ് ഇമിറ്റേറ്റ് ചെയ്യും. പണ്ട് മിമിക്രി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം മിമിക്രി ഒന്നും ഇല്ല, അതുകൊണ്ട് തന്നെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്തിട്ടില്ല, സ്റ്റൈലാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് മമ്മൂക്കയോട് ഇല്ല, മമ്മൂക്കയോട് ഇതുവരെ എനിക്ക് പറയാനുള്ള ധൈര്യം ഉണ്ടായിട്ടില്ല. ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞല്ലോ റിയാസ് ഖാൻ, രഞ്ജിത്ത് സാറിന്റെ ഒക്കെയാണ് വോയിസ് ഭയങ്കര ആപ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ചേട്ടന് ഭയങ്കര ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞല്ലോ. ഏതെങ്കിലും ഒരു ഡയലോഗ് ഞങ്ങൾക്ക് വേണ്ടി പറയാമോ? റിയാസ് ഖാന്റെ കണ്ടില്ലേ അവന്റെ മുഖം, ഒരു പുലബന്ധമില്ലാത്ത ഒരുവനെ കണ്ട പോലെ, ഒളിച്ചു വയ്ക്കാൻ മാത്രമല്ല അഭിനയിക്കാനും മിടുക്കനാ, പോട്ടടാ ബാലേട്ട. അത് റിയാസ് ഖാന് വേണ്ടി ചെയ്ത നമ്മുടെ ഹിറ്റായിട്ടുള്ളൊരു ഡയലോഗാണ്. ഈ ബാലേട്ട പോട്ടടാ ബാലേട്ട എന്ന് വിളിക്കുന്നത് തന്നെ ഒരു വലിയൊരു ഇതായിട്ടാണ്. ഞാൻ കൈയടിക്കും, വിസിലടിക്കും, വേണ്ടി വന്നാൽ കരണക്കുറ്റിക്ക് അടിക്കും, അതെന്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റ്. അത് അത്രയും ഡയലോഗ് എനിക്കറിയുള്ളൂ. അതും ഹിറ്റായ ഡയലോഗാണ്. ഈ സൈമൺ നാടാർ ആണ്. അതുപോലെ തന്നെ ബെല്ലാരിയിലവൻ ബെല്ലാരി രാജ എന്നൊക്കെ പറഞ്ഞിട്ടൊരു കുറെ ഡയലോഗാണ്. ഇപ്പൊ ഓർമ്മയില്ല, ഒരുപാട് ചെയ്യുന്നല്ലോ. ഓക്കെ, അപ്പം ഈ ദിലീപേട്ടനൊക്കെ ഇങ്ങനെ ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കും. അതായത് ഇപ്പം ഒരു സിനിമ, ദിലീപേട്ടൻ അഭിനയിച്ച ഒരു സിനിമ, അതിനകത്ത് ദിലീപേട്ടന്റെ ക്യാരക്ടറിന് ദിലീപേട്ടൻ ഡബ് ചെയ്യും, പിന്നെ വേറെ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ പുള്ളി ഇങ്ങനെ സൗണ്ട് മാറ്റി ക്യാരക്ടേഴ്സിനൊക്കെ കൊടുക്കും, സൗണ്ട് കൊടുക്കും എന്ന് പറയും. ചേട്ടൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ സൗണ്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് ഞാനൊരു ഡബിങ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ചെയ്യാനുള്ളൊരു ഇതില്ല. കാര്യം നമ്മള് കൂടുതൽ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ക്യാരക്ടർ 1 അല്ലെങ്കിൽ 2 ചെയ്യാം. പക്ഷെ അതിൽ കൂടുതൽ ചെയ്യാന്ന് പറയുമ്പോഴേക്കും നമ്മൾ വേറെ 3-4 പേരുടെ ജോലിയല്ലേ കളയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ എങ്കിലും ചിലപ്പോൾ നിവൃത്തിയില്ലാതെ വരുമ്പോൾ ഞാൻ ഒരു പടം, ആ പടം റിലീസ് ആവണമെങ്കിൽ അങ്ങനെ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് പൈസ വാങ്ങിക്കാതെ ഫ്രീ ആയിട്ട് ഞാൻ ഡബ് ചെയ്തതിനെ പൈസ മേടിച്ചില്ല, ഫ്രീ ആയിട്ട് ഞാൻ ഡബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 5 പേർക്ക് ഡബ് ചെയ്തിട്ടുണ്ട്. അന്നത്തെ ഒരു ഫേമസ് ആർട്ടിസ്റ്റിനെ ഉൾപ്പെടെ, അദ്ദേഹം ഇപ്പൊ ജീവിച്ചിരിപ്പില്ല, അദ്ദേഹത്തിന് ഉൾപ്പെടെ 5 പേർക്ക് ഡബ് ചെയ്തിട്ടുണ്ട്. ഗോവിന്ദൻകുട്ടി തിരക്കിലാണ് എന്നാണ് സിനിമയുടെ പേര്. 1-2 പേരുടെയൊക്കെ വോയിസ് എൻ്റെ ആണെന്ന് അറിയാൻ പറ്റും, ബാക്കിയൊന്നും അറിയത്തില്ല, അറിയാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിലൊക്കെ രസം എന്ന് വെച്ചാൽ സീരിയലില് എൻ്റെ വോയിസ് ഞാൻ അഭിനയിച്ചിട്ട് നായകന് ഞാൻ ഡബ് ചെയ്യുന്നു, അതിനകത്ത് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, എന്റെ വോയിസ് വേറെ ആൾ ഡബ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് സ്വാഭാവികമായിട്ട് എന്റെ ശബ്ദം ഞാൻ കൊടുത്തില്ലെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തില്ലേ.